ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമകോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 2 ഫിഫ്ത്ത് സെമ്മിൽ വരുന്ന ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്കൻഡ് യൂണിറ്റിലെ ഒരു പോർഷനാണ്. അതിൽ റവോൾഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ റവോൾഫിനെ പറ്റി പറയുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്നതാണ് ആൽക്കലോയിഡ്സ് എന്താണ്. കാരണം എന്താ വെച്ചാൽ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഒരു ഡ്രഗാണ് റവോൾഫി എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കലോയിഡ്സ് എന്താന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് നാച്ചുറലി കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. അതിൽ എന്തുണ്ടാകും? മോസ്റ്റ്ലി അതിന് നൈട്രജൻ ആറ്റംസ് ഉണ്ടാകും. അതായത് ആ കോമ്പൗണ്ട്സിൽ എന്തുണ്ടായിരിക്കും? നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈട്രജൻ ആറ്റം പ്രസന്റ് ആയിരിക്കും. അതും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള റിംഗ്. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? 6 മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു റിംഗിൽ നൈട്രജൻ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് മെയിൻലി എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിനി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൻലി പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫംഗസും ബാക്ടീരിയാസും ആനിമൽസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്? ഈ ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പൊ എന്തിനാണ് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് അതിന്റെ ഡിഫെൻസീവ് ആക്ഷൻ ആണ്. അതായത് ഒരു ഫംഗസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് പ്ലാന്റ്സ് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ് എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ട്സ്. അപ്പം ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്ലാന്റ്സിൽ എന്ന് വെച്ചാൽ അത് പ്രൈമറി മെറ്റബോളൈറ്റ്സിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നോർമൽ ആയിട്ടുള്ള ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും വേണ്ട സാധനങ്ങളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും അതിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നില്ല. പക്ഷേ അതിന്റെ ഡിഫെൻസീവ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലാന്റ്സിൽ ഡിഫെൻസീവ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് വരുമ്പോൾ ഇതിൽ പിരിഡിൻ ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിന്റെ ട്രോപ്പിൻ. ക്വിനോളിൻ ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്വിനിൻ. പിന്നെ ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ്. അതാണ് റവോൾഫിയ. റവോൾഫിയ എന്ന് പറയുന്നതിലെ മെയിൻ ആക്റ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആയിരിക്കും. പിന്നെ എന്തുണ്ട്? പ്യൂരിൻ ആൽക്കലോയിഡ്സും ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് കഫീൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഡീറ്റെയിൽ റവോൾഫിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൾട്ടിവേഷൻ കളക്ഷൻ പഠിച്ചിരിക്കണം. എല്ലാ ഡ്രഗ്സിനും അത് പറയുന്നില്ല. അപ്പൊ റവോൾഫിയന്റെ കേസിൽ അത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കും ഒരു ഡ്രഗിനെ പറ്റി പറയുമ്പോൾ അതിന്റെ സിനോണിമ് പറയണം. സിനോണിം എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ അത് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ റവോൾഫിയ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ റൂട്ടാണ് നമ്മുടെ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? റവോൾഫിയ റൂട്ട് എന്ന് പറയാം. പിന്നെ എന്ത് പറയും? സർപ്പന്റീന റൂട്ട് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർപ്പന്റീൻ എന്ന് പറയുന്ന അതിലൊരു ആക്റ്റീവ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം? സർപ്പന്റീന റൂട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊരു പേരാണ് സർപ്പഗന്ധ. ഇതിനെ നമുക്ക് എന്താന്ന് വെച്ചാൽ സ്നേക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയും. അതുകൊണ്ടാണ് അതിന് സർപ്പഗന്ധ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ബയോളജിക്കൽ സോഴ്സിലോട്ട് പോകുവാണെങ്കിൽ നമ്മൾ ഒരു ഡ്രഗിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. ഒന്നെന്ന് പറയുന്നതാണ് അതിന്റെ പ്ലാന്റ് പാർട്ട് ഏതാണെന്നുള്ളത്. പിന്നെ അതിന്റെ ജീനസ്, സ്പീഷി ഏതാണെന്നുള്ള പറയണം. അതുപോലെ തന്നെ ഫാമിലി ഏതാണെന്നുള്ള പറയണം. അപ്പൊ റവോൾഫിയന്റെ കേസിൽ പറയുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താ? ഡ്രൈഡ് ആയിട്ടുള്ള റൂട്ട് ആണ് ഓഫ് ദ പ്ലാന്റ് നോൺ ആസ് ഏതാ? അതിന്റെ സ്പീഷീസ് ജീനസ് പറയുന്നത് റവോൾഫിയ സെർപെന്റീന ബെന്ത് വിച്ച് ബിലോങ്സ് ടു ദ ഫാമിലി ഏതാണ്? അപ്പോസൈനേസിയേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് റവോൾഫിയ വരുന്നത്. പിന്നെ ഇതിൽ എന്തുണ്ട്? നോട്ട് ലെസ് ദാൻ 0.15% ഓഫ് റിസർപ്പിനും അജ്വാലിനും ഉണ്ട്. ഇതിലുള്ള ആക്റ്റീവ് കോൺസ്റ്റന്റ്, മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് കോൺസ്റ്റന്റ് എന്നാണ് റിസർപ്പിൻ. അതുപോലെ തന്നെ പിന്നെ വരുന്ന കോൺസ്റ്റന്റ്സ് ആയിട്ട് വരുന്നതാണ് അജ്വാൽ. ഇതൊക്കെ ഇൻഡോൾ ആൽക്കലോയിഡ്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ജോഗ്രഫിക്കൽ സോഴ്സിലോട്ട് പറയണം. എവിടെയൊക്കെ ഇത് കാണപ്പെടുന്നു? അപ്പം ഇതെന്ന് പറഞ്ഞാൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. മെയിൻലി ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയൻസ് ലൈക്ക് ഏഷ്യ, ആഫ്രിക്ക, അമേരിക്കയിലൊക്കെ ഉണ്ട്. പിന്നെ കൊമേഴ്ഷ്യലി പറയുകയാണെങ്കിൽ ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ കേസ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ഉത്തർപ്രദേശ്, ബീഹാർ, ഒറീസ, തമിഴ്നാടു, കർണാടക ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അതിന്റെ കൾട്ടിവേഷൻ, കളക്ഷൻ. അപ്പൊ നമുക്കറിയാം ഒരു പ്ലാന്റ് നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ കുറെ ക്രൈറ്റീരിയാസ് നോക്കും. അതിന്റെ ക്ലൈമറ്റ് ഏതാണ്, അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻസ്, അതുപോലെ തന്നെ ഏത് സമയത്ത് നമ്മൾ നടും, ഏത് സമയത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും, അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കും അല്ലെ. അപ്പൊ ഇപ്പം റവോൾഫിയുടെ കേസിൽ പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് ആണ്, ഡ്രഗ് ആണ് റവോൾഫിയ എന്ന് പറയുന്നത്. ഹോട്ട് ഹ്യൂമിഡ് കണ്ടീഷൻ ആയാലും അതുപോലെ തന്നെ ഷെയ്ഡിലായാലും ഒക്കെ ഇത് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും, ഫ്ലറിഷ് ചെയ്യും ഒക്കെ ചെയ്യും.
ഇനി സോയിലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് സോയിൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവോൾഫിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്ലേ ആയിട്ടുള്ള ലോമി സോയിലാണ് ബെസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈ എമൗണ്ടിൽ ഹ്യൂമസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും ഒക്കെ കൊടുത്താലാണ് നല്ല ഈൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഗുഡ് ഡ്രെയിനേജ്, അതായത് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും കൊടുക്കണം. ഇനി സോയിലിന്റെ കേസിൽ അതിന്റെ പി എച്ച് എന്ന് പറയുന്നത് ആസിഡിക് പി എച്ച് ആണ്, അതായത് ഇറ്റ് ഇസ് സെഡ് ടു ബി അറൌണ്ട് 4 ആണ് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് 10 to 38 ഡിഗ്രി സെൽഷ്യസും റെയിൻഫോൾ എന്ന് പറയുന്നത് 250 to 500 സെന്റിമീറ്റർ റേഞ്ചിലായിരിക്കും എന്ത് വരുന്നത്, റെയിൻഫോളും വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ഡ്രഗിന്റെ കൾട്ടിവേഷൻ കളക്ഷന് വേണ്ടതായിട്ട് പറയുന്നത് റവോൾഫിയന്റെ കേസിൽ. ഇനി അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ റവോൾഫിയ നമുക്ക് പ്രൊപ്പഗേഷൻ ആക്കുന്ന സീഡ്സ് വെച്ച് റൂട്ട്സ് വെച്ചും കട്ടിംഗ് മെത്തേഡിലൂടെ ഒക്കെ പറ്റും. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സീഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള സീഡ്സിനെ ആയിരിക്കും എടുക്കുക, ഡിസീസ് ഫ്രീ ആയിരിക്കുന്നല്ലോ. അപ്പൊ ഹെൽത്തി സീഡ്സിനെ എടുക്കും. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നഴ്സറി ബെഡ്സിൽ ഇതിന് എന്ത് ചെയ്യും, സോ ചെയ്യും. അതായത് നമ്മൾ വിത്ത് പാവുന്നത് എന്തിലായിരിക്കും, നഴ്സറി ബെഡ്സ് എടുത്തിട്ടായിരിക്കും. അപ്പം ഇതിന്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ റവോൾഫിയന്റെ റേറ്റ് ഓഫ് ജെർമിനേഷൻ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള എന്തെടുക്കണം, സീഡ്സ് എടുത്തിട്ട് വേണം സോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാൽ മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ ഈൽഡ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, സോ ചെയ്യുന്നത് ഒരു മന്ത് എന്ന് പറയുന്നത് മെയ്യിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് മൺസൂണിന്റെ ഇടയിലാണ് നമ്മൾ പറയുക. അങ്ങനെ അതിനെന്ത് ചെയ്യും, സോ ചെയ്യും. സോ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ജെർമിനേറ്റ് ആകുമല്ലോ. അങ്ങനെ ജെർമിനേറ്റ് ആയി കുറച്ച് കഴിയുമ്പോൾ സീഡ്ലിങ്സ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതായത് ആ നഴ്സറി ബെഡ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് സോയിലിലോട്ട് മാറ്റും. അത് മാറ്റുന്നത് ഒരു മന്ത് ഓഫ് ഓഗസ്റ്റിലാണ്. മറ്റേത് മെയ്യിലാണ് നമ്മൾ സോ ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റും. ഇത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 16 to 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ്, യൂറിയ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇതിൽ എന്തുണ്ടാവാൻ പാടില്ല, വീഡ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഒരു 3-4 വർഷം എന്താകും, വലുതാകുന്ന സമയത്ത് അത് നമ്മൾ അപ്രൂട്ട് ചെയ്തെടുക്കും. അതായത് നമുക്ക് റൂട്ടല്ലേ വേണ്ടത്, അപ്പൊ അപ്രൂട്ട് ചെയ്തെടുത്ത് ആ റൂട്ടിൽ നല്ലോണം വാഷ് ചെയ്ത് അതിനെ കട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫർദർ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ കൾട്ടിവേഷൻ കളക്ഷനിൽ പറയുന്നത്. പിന്നെ നമുക്ക് അതിന്റെ മൈക്രോസ്കോപ്പി പറയുവാണെങ്കിൽ, മാക്രോസ്കോപ്പി നമ്മൾ എന്ത് പറയും, കളർ പറയും. കളർ എന്ന് പറയുന്ന റൂട്ട് ബാർക്ക് എന്ന് പറയുന്ന ഒരു ഗ്രേയിഷ് ടു യെല്ലോ ടു ബ്രൗൺ, ആ ഒരു കളർ നമുക്ക് റൂട്ടിന്റെ കളർ ഏതായിരിക്കും എന്ന് അറിയാലോ ഏകദേശം. അപ്പോൾ ഒരു യെല്ലോയിഷ് ടു ബ്രൗൺ ആയിട്ടുള്ള കളറിലായിരിക്കും വരിക. ഓർഡർ എന്ന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല, ഓർഡർലെസ് പറയാം. ബിറ്റർ ടേസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു 3 to 4 ഇയേഴ്സ് ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് ഒരു 10 to 18 സെന്റിമീറ്റർ ലോങ്ങും 1 to 3 സെന്റിമീറ്റർ ഡയാമീറ്റർ ആയിട്ടേക്കും വരിക. പിന്നെ റൂട്ട്സ് ആണ്. അപ്പൊ അതൊരിക്കലും എന്തായിരിക്കും, എങ്ങനത്തെ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഒരു സബ് സിലിണ്ടറിക്കൽ ആയിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്കറിയാം സ്ലൈറ്റ്ലി ടേപ്പറിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്തുണ്ടാകുന്നത്, റൂട്ട്സ് ഉണ്ടാകുക. പിന്നെ ഫ്രാക്ചർ എന്നത് ഷോർട്ട് ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് ആയിരിക്കും അതിന് ഉണ്ടാകുക. പിന്നെ ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഈ റൂട്ടിൽ നിന്ന് റഫ് ആയിരിക്കും വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ് ആൻഡ് സ്ലൈറ്റ്ലി റിങ്കിൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി മൈക്രോസ്കോപ്പി പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് കോർക്ക് ഉണ്ടാകും, പിന്നെ പാരൻകൈമ ഉണ്ടാകും, ഫ്ലോയം, സൈലം, സ്റ്റാർച്ച് ഗ്രെയിൻസ്, അതുപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഇതിൽ പ്രസന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ്, നേരത്തെ പറഞ്ഞു 30+ ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് ഇതിലുണ്ട്. അപ്പൊ ഇപ്പോൾ 30 ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉണ്ടാവും നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ ഇപ്പോൾ 30 ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉണ്ടാകും. പിന്നെ മേജർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് റിസർപ്പിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒലിയോറസിൻസ്, ഫാറ്റി ആസിഡ്സ്, ആൽക്കഹോൾസ്, ഷുഗേഴ്സ് ഒക്കെ പ്രസന്റ് ആണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള റിസർപ്പിൻ അല്ലാതെ വരുന്ന കോൺസ്റ്റൻസിൽ പറഞ്ഞാൽ അജ്മാലിൻ, അജ്മാലിസിൻ, സെർപെന്റീൻ എന്നൊക്കെ പറയുന്നത്. ഇനി യൂസസ് പറയുവാണെങ്കിൽ എന്താ, മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആണ്. പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആണ് എന്തെന്ന് പറയുന്നത്, റവോൾഫിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ലൈസിങ് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലെസ് ആയിട്ടുള്ള ഒരു സെഡേറ്റീവ് എഫക്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ, സർക്കുലേറ്ററി ഡിസീസസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഡോസ് എന്നൊരു 100 to 150 mg ആണ് പെർ കിലോഗ്രാം പറയുന്നത്. അത് ഓറലി ആണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ട്വൈസ് ഡെയിലി, ഒരു ദിവസം 2 പ്രാവശ്യം വീതമായിട്ടായിരിക്കും ഇത് എടുക്കുന്നത്. റവോൾഫിയനെ പറ്റി പറയുന്നത്. താങ്ക് യു.